+2 ചരിത്രം അധ്യായം 7. ഒരു സാമ്രാജ്യ തലസ്ഥാനം വിജയനഗരം. CE 14-16 നൂറ്റാണ്ടുകൾ. വിജയത്തിൻ്റെ നഗരം എന്ന വാക്കിനർത്ഥം. വിജയനഗര ഓർ സിറ്റി ഓഫ് വിക്ടറി വാസ് ദി നെയിം ഓഫ് ബോത്ത് എ സിറ്റി ആൻഡ് എംപയർ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം വിജയനഗരം അല്ലെങ്കിൽ ഹംപി. ഹംപി ഓർ വിജയനഗര വാസ് ദി ക്യാപിറ്റൽ സിറ്റി ഓഫ് വിജയനഗര എംപയർ. പ്രാദേശിക മാതൃദേവതയായ പമ്പാദേവിയിൽ നിന്നാണ് ഹംപി എന്ന പദത്തിൻ്റെ ഉത്ഭവം. The name Hampi is derived from the local mother goddess Pambadevi. The local people remember Vijayanagara Empire as Hampi. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു പേരാണ് കർണാടക സാമ്രാജ്യം. The another name of Vijayanagara Empire was കർണാടക എംപയർ. വടക്ക് കൃഷ്ണനദി മുതൽ ഇന്ത്യയുടെ തെക്കേയറ്റം വരെയാണ് ഈ സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. The empire stretched from the river Krishna in the north to the extreme south of peninsula. 1336 ഹരിഹര ബുക്ക എന്നീ രണ്ട് സഹോദരന്മാരാണ് സാമ്രാജ്യം സ്ഥാപിച്ചത്. The empire was founded in the 14th century by Harihara and Bukka in 1336. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം തകർക്കപ്പെട്ടു. In 1565 Vijayanagara Empire was collapsed or declined. The War of Talikota or the Battle of Talikota. Then sources അല്ലെങ്കിൽ ഉറവിടങ്ങൾ. ഓറൽ ട്രഡീഷൻ, വാമൊഴികൾ, ഇൻസ്ക്രിപ്ഷൻ, പുരാവസ്തുശാസ്ത്രപരമായ തെളിവുകൾ, മോണുമെൻറ്റ്സ്, സ്മാരകങ്ങൾ ആൻഡ് അതർ റെക്കോർഡ് ഹെൽപ്ഡ് ഹിസ്റ്റോറിയൻസ് ടു റീകൺസ്ട്രക്ട് ദി ഹിസ്റ്ററി ഓഫ് വിജയനഗര എംപയർ. കൊത്തുലിഖിതങ്ങൾ തുടങ്ങിയ രേഖകൾ സ്രോതസ്സുകളായി ഉപയോഗിക്കുകയും അത് വിജയനഗര സാമ്രാജ്യത്തിനെ കണ്ടെത്തുന്നതിന് ഹിസ്റ്റോറിയൻസിനെ സഹായിക്കുകയും ചെയ്തു. ദി ഡിസ്കവറി ഓഫ് ഹംപി. ഹംപി കണ്ടെത്തൽ. The ruins at Hampi were brought to light in 1800 by an engineer and antiquarian named Colonel Colin Mackenzie. കേണൽ കോളിൻ മെക്കൻസി എന്ന പുരാവസ്തു ശേഖരണത്തിൽ തൽപരനായ ഒരു എഞ്ചിനീയറാണ് ഹംപിയുടെ നഷ്ടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇത് AD 1800 ആയിരുന്നു. He was born in 1754 and became an engineer, surveyor and a cartographer. ഇദ്ദേഹം 1754 ജനിച്ചു. അദ്ദേഹം ഒരു എഞ്ചിനീയറും അതുപോലെ തന്നെ ഒരു സർവേയറും അതുപോലെ അദ്ദേഹം ഒരു കാർട്ടോഗ്രാഫറുമായിരുന്നു. ഇനി അദ്ദേഹത്തിന് വിജയനഗരത്തിൻ്റെ ചരിത്രം പുനഃസൃഷ്ടിക്കാൻ സഹായിച്ച കാര്യങ്ങൾ പലതാണ്. ഒന്ന്, വിരൂപാക്ഷ ക്ഷേത്രം, പമ്പാദേവി ക്ഷേത്രം എന്നിവിടങ്ങളിലെ പുരോഹിതന്മാർ നൽകിയ വിവരങ്ങൾ. ആസ് ആൻ എംപ്ലോയി ഓഫ് the studied first based on the memory of priest of the Virupaksha temple and the shrine of Pambadevi. അവശിഷ്ടങ്ങളുടെ സൂക്ഷ്മ പരിശോധനയിൽ നിന്നു ലഭിച്ച തെളിവുകൾ. Subsequently, from 1856, photographs began to record the monuments which enabled the scholars to study them. ശിലാലിഖിതങ്ങൾ. എപ്പിഗ്രാഫിസ്റ്റ്സ് ഹംപിയിലെ ക്ഷേത്രങ്ങളിലെ ശിലാശാസനങ്ങളിൽ നിന്നും സ്വരൂപിച്ച കാര്യങ്ങൾ. As early as 1836, epigraphists began collecting several dozen inscriptions found at this and other temples at Hampi. The information thus collected was collaborated with these accounts of foreign travelers and their literary works. വിദേശ സഞ്ചാരികൾ ഹംപിയെക്കുറിച്ച് നൽകിയ വിവരങ്ങൾ. സംസ്കൃതം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലെ നിരവധി ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ. മുകളിൽ പറഞ്ഞവയുടെ താരതമ്യ പഠനമാണ് വിജയനഗരത്തിൻ്റെ ചരിത്രം രചിക്കാൻ വഴിയൊരുക്കിയത്. ഫൗണ്ടിംഗ് ഓഫ് ദി എംപയർ. According to tradition and epigraphic evidences, two brothers, Harihara and Bukka, founded the Vijayanagara Empire in 1336. 1336 വിജയനഗര സാമ്രാജ്യം കണ്ടെത്തിയത് ഹരിഹര ബുക്ക എന്ന് പറയുന്ന സഹോദരന്മാരാണ്. ഗുരു വിദ്യാരണ്യ ഇൻസ്പയർഡ് ദം ടു എസ്റ്റാബ്ലിഷ് ദി എംപയർ. ഗുരു വിദ്യാരണ്യനാണ് ഈ
എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനു വേണ്ടി പ്രകോപിതനായി. ദി എംപയർ ഇൻക്ലൂഡഡ് ഡിഫറെൻറ്റ് പീപ്പിൾ ഹൂ സ്പോക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആൻഡ് ഫോളോഡ് ഡിഫറെൻറ്റ് റിലീജിയസ് ട്രഡീഷൻ. ഇതിലുള്ള ആളുകൾ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരും വ്യത്യസ്ത റിലീജിയസ് മതാചാരങ്ങൾ പിന്തുടരുന്നവരുമാണ്. The rules with the whom the Vijayanagara kings competed. On the northern frontier, the Vijayanagara kings competed with the contemporary rulers such as the Sultan of Deccan and the Gajapati rulers of Orissa for control of the fertile river valleys and the resources that were brought by overseas trade. വടക്കുഭാഗത്തുള്ള മുസ്ലിം അയൽ രാജ്യങ്ങളുമായി നിരന്തരം യുദ്ധം ചെയ്ത ചരിത്രമാണ് വിജയനഗരത്തിനുള്ളത്. പ്രധാന മുസ്ലിം രാജ്യമായ ഭാമനിക്ക് പുറമെ ബീഹാർ, ഭീഡാർ, അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ഗോൽക്കണ്ട എന്നീ സുൽത്താനേറ്റുകളും ഉണ്ടായിരുന്നു. തുംഗഭദ്രയ്ക്ക് തെക്ക് ഹൈന്ദവ രാജ്യങ്ങളായിരുന്നു. ഡൽഹി സുൽത്താൻമാർ, ഒറീസയിലെ ഗജപതി ഭരണകർത്താക്കൾ എന്നിവരുമായി നിരന്തരം യുദ്ധം ചെയ്യേണ്ടി വന്നു. ഫലഭൂയിഷ്ഠമായ നദീതടങ്ങളും വിദേശ വ്യാപാരത്തിലൂടെ ലഭിക്കുന്ന സമ്പത്തുമായിരുന്നു യുദ്ധലക്ഷ്യം. പോരാട്ടത്തിനിടയിലും വിജയനഗരം ഈ രാജ്യങ്ങളുമായി ആശയപരമായ ബന്ധം നിലനിർത്തിപ്പോന്നു. വാസ്തുനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും കെട്ടിട നിർമ്മാണത്തിൻ്റെ നവീനാശയങ്ങളും സാങ്കേതിക വിദ്യയും ഈ ബന്ധം വഴി ലഭിച്ചതാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറിയ ചില പ്രദേശങ്ങളിൽ ശക്തമായ ചില രാഷ്ട്രങ്ങൾ നിലനിന്നിരുന്നു. തമിഴ്നാട്ടിലെ ചോളരാജ്യവും കർണാടകയിലെ ഹൊയ്സാല രാജ്യവുമായിരുന്നു ഇവയിൽ പ്രധാനം. ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ക്ഷേത്ര നിർമ്മാണത്തിലുണ്ടായിരുന്ന വലിയ താൽപ്പര്യത്തിന് ഉദാഹരണമാണ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രവും ഭേലൂരിലെ ചെന്നക്കേശവ ക്ഷേത്രവും. രായന്മാർ എന്നറിയപ്പെടുന്ന വിജയനഗര രാജാക്കന്മാർ ഈ പാരമ്പര്യം തുടരുകയും ക്ഷേത്ര നിർമ്മാണ കലയെ അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തിക്കുകയും ചെയ്തു. രാജാക്കന്മാരും വ്യാപാരികളും, കിങ്സ് ആൻഡ് ട്രേഡേഴ്സ്. നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിൽ പ്രമുഖ സ്ഥാനം കുതിരപ്പടയ്ക്കായിരുന്നു. കാവലറി വാസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി വാർഫെയർ ഡ്യൂറിങ് ദിസ് പീരിയഡ്. നല്ല ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്യുന്നത് ഇരുപക്ഷത്തെ രാജ്യങ്ങൾക്കും ആവശ്യമായിരുന്നു. ദി ഇമ്പോർട്ട് ഓഫ് ഹോഴ്സസ് ഫ്രം അറേബ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി കിങ്സസ്. അറേബ്യയിൽ നിന്നും മധ്യ ഏഷ്യയിൽ നിന്നുമാണ് നല്ല ഇനം കുതിരകളെ കൊണ്ടുവന്നിരുന്നത്. ദിസ് ട്രേഡ് വാസ് ഇനീഷ്യലി കൺട്രോൾഡ് ബൈ അറബ് മെർച്ചൻ്റ്. ഈ വ്യാപാരം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് അറബി വ്യാപാരികളായിരുന്നു. ലോക്കൽ മെർച്ചൻസ് who were involved in these horses trade were known as കുതിരൈ ചെട്ടീസ് or horse merchant. ഈ വ്യാപാരത്തിൻ്റെ നിയന്ത്രണം പൊതുവെ അറബ് വ്യാപാരികൾക്കായിരുന്നു. കുതിരൈ ചെട്ടീസ് എന്നറിയപ്പെടുന്ന കച്ചവട സമൂഹവും ഈ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. From 1498 other actors such as Portuguese arrived on the scene. വാസ്കോഡഗാമയുടെ വരവോടെ പോർച്ചുഗീസുകാരും ഈ രംഗത്തെത്തി. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ സൈനിക കേന്ദ്രങ്ങളും കച്ചവട കേന്ദ്രങ്ങളും സ്ഥാപിതമാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. സൈനിക കേന്ദ്രങ്ങളും കച്ചവട കേന്ദ്രങ്ങളും സ്ഥാപിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. സൈനിക സാങ്കേതിക വിദ്യയിലുള്ള സാമർഥ്യം ഇവരെ അക്കാലത്തെ രാഷ്ട്രീയ നാടകങ്ങളിലെ പ്രധാന വേഷക്കാരാക്കി. മസ്കറ്റ് ഉപയോഗിക്കാനുള്ള അവരുടെ കഴിവ് പരക്കെ പ്രശംസ നേടി. മസ്കറ്റ് മീൻസ് തോക്ക്. വിജയനഗരത്തിലെ കമ്പോളങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, വസ്ത്രം, രത്നക്കല്ലുകൾ എന്നിവയുടെ വ്യാപാരത്തിൽ പ്രശസ്തമായിരുന്നു. വളരെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും രത്നക്കല്ലുകളും വാങ്ങാൻ കഴിവുള്ളവരുടെ നഗരമായി വിജയനഗരം അറിയപ്പെട്ടു. ഇത്തരം വ്യാപാരങ്ങളിൽ നിന്നുള്ള വരുമാനവും രാജ്യത്തിൻ്റെ പേരിനും പ്രശസ്തിക്കും കാരണമാവുകയും ചെയ്തു. Markets in the Vijayanagara Empire were known from its spices, textiles and other precious stones. Trade was a status symbol for cities in the empire and boasted of a wealthy population that was in need of high value exotic goods such as precious stones and jewelry. The revenue that came from the trade was used for the development of the state. സാമ്രാജ്യത്തിൻ്റെ അത്യുന്നതിയും അധപ്പതനവും. ആൻ അപ്പോഗി ആൻഡ് ഡിക്ലൈൻ ഓഫ് ദി എംപയർ. വിജയനഗരം ഭരിച്ച ആദ്യത്തെ രാജവംശം സംഗമവംശമായിരുന്നു. ദ ഫസ്റ്റ് ഡൈനാസ്റ്റി ഓഫ് ദി വിജയനഗര എംപയർ വാസ് ദി സംഗം ഡൈനാസ്റ്റി, ഫൗണ്ടഡ് ബൈ ഹരിഹര ആൻഡ് ബുക്ക. ദേ റൂൾഡ് ദ എംപയർ ടിൽ 1485. ഒന്നാമത്തെ രാജാവാകട്ടെ ഹരിഹരനും
ഹരിഹരൻ്റെ പിതാവായ സംഗമൻ്റെ പേരിൽ അറിയപ്പെടുക നിമിത്തം ഹരിഹരനും പിൻഗാമികളും സംഗമവംശക്കാരായി. ഹരിഹരൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ ബുക്കൻ 1353 രാജാവായി. They were replaced by the Saluvas, the military commanders who remained in power till 1503. യുദ്ധതൽപരനായ ബുക്കൻ കാഞ്ചീവരവും മധുരയും തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. ഭാമനി രാജ്യത്തോടും അദ്ദേഹം നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടു. ബുക്കന് ശേഷം ഹരിഹര റോയ് രണ്ടാമനും തുടർന്ന് ദേവരായ ഒന്നാമനും രാജാവായി. 1410 ദേവരായൻ്റെ മരണശേഷം വീരവിജയൻ അധികാരമേറ്റെടുത്തു. അദ്ദേഹത്തെ തുടർന്ന് ദേവരായൻ രണ്ടാമൻ രാജാവായി. സംഗമവംശത്തിലെ ഏറ്റവും പ്രശസ്തനും ഭരണാധികാരിയായി ഇദ്ദേഹം ശക്തനും നല്ല സംഘാടകനും കലാസാഹിത്യദികളുടെ സംരക്ഷകനുമായിരുന്നു. 1449 ദേവരായൻ രണ്ടാമൻ അന്തരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ 2 പുത്രന്മാർ വിജയനഗരം ഭരിച്ചു. രണ്ടുപേരും ദുർബലരായ ഭരണാധികാരികളായിരുന്നു. ഇവരുടെ കാലശേഷം സംഗമവംശം നശിക്കുകയും സാലുവ വംശം അധികാരത്തിലെത്തുകയും ചെയ്തു. സാലുവന്മാർ സൈനിക അധിപന്മാരായിരുന്നു. നരസിംഹൻ എന്ന രാജാവാണ് ഈ വംശത്തിൻ്റെ സ്ഥാപകൻ. ഈ വംശത്തിൻ്റെ ഭരണം 1503 അവസാനിച്ചു. തുടർന്ന് തുലുവ വംശം വിജയനഗരത്തിൽ അധികാരത്തിലെത്തി. ഏകദേശം 65 വർഷം ഭരിച്ച ഈ വംശത്തിൻ്റെ പ്രശസ്തനായ രാജാവ് കൃഷ്ണദേവരാർ ആയിരുന്നു. The Saluva dynasty was replaced by the Tuluva dynasty. കൃഷ്ണദേവരായ belonged to the Tuluva dynasty. ശക്തനും മഹാനും നീതിമാനുമായ ഭരണാധികാരിയാണ് താനെന്ന് കൃഷ്ണദേവരായർ തെളിയിച്ചു. സൈന്യത്തെ സ്വയം നയിച്ച കൃഷ്ണദേവരായർ ആപത്ഘട്ടങ്ങളിൽ അസാധാരണമായ ധൈര്യം പ്രകടിപ്പിച്ചു. വികസനത്തിനും ഏകീകരണത്തിനും വലിയ പ്രാധാന്യം നൽകി. കലാപം ഉണ്ടാക്കുന്നവരെ നിഷ്കരുണം അടിച്ചമർത്തി. കോവിൽക്കൊണ്ടയിലെ സാമന്ത രാജാവ്, തെക്കൻ മൈസൂരിലുമുള്ള ഉമ്മത്തൂരിലെ ഗംഗയാർ എന്നിവരെ കീഴടക്കി. പെനുകൊണ്ടയും ശിവസമുദ്രം കോട്ടയും പിടിച്ചടക്കി. തുംഗഭദ്ര സമതലത്തിലെ പ്രധാന കോട്ടയായ റൈച്ചൂർ കീഴ്പ്പെടുത്തി. ദുൽബർഗ, ഭീഡാർ എന്നിവയും സ്വന്തം അധീനതയിലാക്കി. ഒറീസ രാജാവിനെയും ബീജാപ്പൂർ സുൽത്താനെയും പരാജയപ്പെടുത്തി. തുംഗഭദ്ര സമതലമാകെ റൈച്ചൂരിനോടൊപ്പം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി. ഈ യുദ്ധവരമ്പുകൾക്കിടയിലും രാജ്യത്ത് ഐശ്വര്യവും സമാധാനവും നിലനിർത്തി. പണ്ഡിതന്മാരെയും കലാകാരന്മാരെയും ആദരിച്ച് സംരക്ഷിച്ചു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെടുന്ന പ്രസിദ്ധരായ 8 കവികൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. സ്വയം നല്ലൊരു കവി കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് അമുക്തമാല്യത. സംസ്കൃത ഭാഷയിൽ രചിച്ച ഉഷാപരിണയം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന കൃതിയാണ്. അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ തെലുങ്കു കവി അല്ലസാനി വെഡണ്ണ കൊട്ടാരം കവിയായിരുന്നു. പ്രസിദ്ധ കൃതി മനുചരിതം. ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ കല പൂർണ്ണതയിലെത്തുന്നത് കൃഷ്ണദേവരായരുടെ കാലത്താണ്. സംവിധാന ഭംഗിയിലും ഘടനയിലും അനുഭവങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ. His role is credited with the building of fine temples and attractive gopurams to many important South Indian temples. മനോഹരങ്ങളായ നിരവധി ക്ഷേത്രഗോപുരങ്ങളും അദ്ദേഹം തെക്കേ ഇന്ത്യയിലുടനീളം പണിയുകയുണ്ടായി. ഇവയ്ക്ക് പുറമെ ഒട്ടേറെ രമ്യഹർമ്മ്യങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. ഫോർ എക്സാമ്പിൾ, ദ ഗോപുരം ഓഫ് ദി ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ. വിജയനഗരത്തിനടുത്ത് അമ്മയുടെ പേരിനെ സൂചിപ്പിക്കുന്ന നാഗാലപുരം എന്ന ചെറുപട്ടണം സ്ഥാപിച്ചതും കൃഷ്ണദേവരായരായിരുന്നു. He also founded the suburban township near Vijayanagara called Nagalapuram, named after his mother. 1529 കൃഷ്ണദേവരായർ കഥാവശേഷനായതോടുകൂടി വിജയനഗരം ക്ഷയിക്കാൻ തുടങ്ങി. After the death of the Krishnadevaraya in 1529, his successors faced a problem created by rebellious Nayakas or military chiefs. സിംഹാസനം സ്വപ്നം കാണുന്നവരുടെ കൂട്ടത്തിൽ രാജവംശത്തിൽപ്പെട്ടവർക്ക് പുറമെ സൈനിക മുഖ്യന്മാർ അല്ലെങ്കിൽ നായകന്മാർ കൂടി ചേർന്നതോടെ അധികാര വടംവലിയുടെ രംഗവേദിയായി വിജയനഗരം മാറി. പിന്നീട് അരവിഡു വംശത്തിൻ്റെ അധീനതയിലായി വിജയനഗരം. The military ambitions of the ruled of Vijayanagara and Deccan Sultan resulted in shifting alliance. Eventually, it resulted in the alliance of the sultans against Vijayanagara.
ഇക്കാലത്ത് ഡെക്കാൻ വാണിരുന്ന സുൽത്താന്മാരുടെയും വിജയനഗരം ഭരിക്കുന്നവരുടെയും ബന്ധങ്ങളിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. വിജയനഗരത്തിനെതിരെ സുൽത്താന്മാരുടെ പൊതു ഐക്യം തന്നെ രൂപപ്പെട്ടു. ഗോൽക്കൊണ്ട, അഹമ്മദ് നഗർ, ഭീഡാർ, ബീജാപ്പൂർ സുൽത്താന്മാർ ഒരു സഖ്യത്തിലേർപ്പെടുകയും വിജയനഗരത്തിനെതിരെ യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്തു. സുൽത്താന്മാർ തുംഗഭദ്ര സമതലത്തിലെ റെയ്പൂരിനടുത്തുള്ള തളിക്കോട്ടയിൽ അല്ലെങ്കിൽ രക്ഷാസീതങ്കാടിയിലെത്തി താവളമടിച്ചു. 1564 ഡിസംബർ 26-ന്. In 1565, the Battle of Talikota started and the army was led by Ramaraya, the chief minister of Vijayanagara. അന്ന് വിജയനഗര രാജാവ് സദാശിവനായിരുന്നുവെങ്കിലും അധികാരം മുഴുവൻ മുഖ്യമന്ത്രിയായ രാമരായനിലായിരുന്നു. രാമരായൻ്റെ നേതൃത്വത്തിലുള്ള വിജയനഗര സൈന്യവും സുൽത്താന്മാരുടെ സൈന്യവും 1565 ജനുവരി 23-ന് ബാനിഹട്ടി എന്ന സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടി. ഈ യുദ്ധം തളിക്കോട്ട യുദ്ധം, രാക്ഷസീതങ്കടി യുദ്ധം എന്നു പേരുകളിൽ അറിയപ്പെട്ടു. The army of Vijayanagara defeated by the combined armies of Bijapur, Ahmadnagar and Golconda. സൈന്യം വിജയനഗരത്തെ തകർത്ത് തരിപ്പണമാക്കി. അധികകാലം കഴിയുന്നതിനു മുമ്പ് നഗരം പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. ഇതേ തുടർന്ന് സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രം കിഴക്കോട്ട് മാറ്റി. അരവിഡു വംശം പിന്നീട് പെനുകൊണ്ടയിലും ഒടുവിൽ തിരുപ്പതിക്ക് സമീപം ചന്ദ്രഗിരിയിലുമാണ് ഭരണം നടത്തിയത്. The victors' army sacked the city of Vijayanagara. The city was abandoned with a few years. After the defeat of Aravidu dynasty shifted its focus to the east and ruled from Penukonda, later from Chandragiri near Tirupati. വിജയനഗരത്തിൻ്റെ തകർച്ചയ്ക്കും നാശത്തിനും കാരണം സുൽത്താന്മാരായിരുന്നു. എന്നാൽ ഇവർക്കിടയിൽ സൗഹൃദത്തിൻ്റെ ഇടവേളകളും ഉണ്ടായിരുന്നു. കൃഷ്ണദേവരായർ ചിലരെ സുൽത്താനാകാൻ സഹായിക്കുകയും യവന രാജ്യസ്ഥാപകൻ എന്ന ബഹുമതിയിൽ അഭിമാനം കൊള്ളുകയും ചെയ്തത് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. അതുപോലെ കൃഷ്ണദേവരായർക്ക് ശേഷമുണ്ടായ അധികാര തർക്കത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരമുണ്ടാക്കിയത് ബീജാപ്പൂരിലെ സുൽത്താനായിരുന്നു. ഇരു കൂട്ടരുടെയും നിലനിൽപ്പിന് പരസ്പര താൽപ്പര്യമുണ്ടായിരുന്നു എന്നതാണ് സത്യം. രാമരായൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയും സുൽത്താന്മാരെ തമ്മിലടിപ്പിച്ച് നേട്ടമുണ്ടാക്കാനുള്ള നീക്കവുമാണ് സുൽത്താന്മാരുടെ ഐക്യത്തിനും വിജയനഗരത്തിൻ്റെ നാശത്തിലും കലാശിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് രായന്മാരും നായകന്മാരെയും കുറിച്ച് പഠിക്കാം. ദ രായാസ് ആൻഡ് ദ നായകാസ്. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.